അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള 5 അധ്യായങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കും. അതിൽ 4-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. സ്കന്ദ ഉവാച രേവത്യുക്ഷസ്യേത്തേജസ്തസ്മാജ്ജാതാതു കന്യകാ രൂപേണ പ്രതിമാലോകേ ദ്വിതീയാ ശ്രീരിവാഭവൽ. അധതാം പ്രമുജകന്യാം രേവതീകാന്തി സംഭവാം ദൃഷ്ട്വാ നാമ ചകാരാസ്യ രേവതീതി മുദാ മുനി. നിന്യേധസ്വാശ്രമേ ചൈനാം പോഷയാമാസ ധർമ്മതാ ബ്രഹ്മർഷി പ്രമുചോ നാമ കുമുദാദ്രൗ സുതാമിവ. അധകാലേന ച പ്രൗഢാം ദൃഷ്ട്വാ താം രൂപശാലിനീം സ മുനിശ്ചിന്തയാമാസ കോസ്യ യോഗ്യോ വരോ ഭവേൻ. ബഹുധാനേഷയംസ്തസ്യ നാസസാദോചിതം പതിം തതോഗ്നിശാലാം സംവിശ്യ മുനിസ്തുഷ്ടാവപാവകം. കന്യാവരം തദാശംസൽ പ്രീതസ്തമപി ഹവ്യവാട് ധർമ്മിഷ്ഠോ ബലവാൻ വീര പ്രിയവാഗപരാജിതാ. ദുർദമോ ഭവിതാ ഭർത്താ മുനേസ്യ പൃഥിവീപതി ഇതി ശ്രുത്വാ വചോ വഹ്നേ
പ്രസന്നോ ഭൂന്മുനിസ്തദാ ദൈവേദാഘേടകവ്യാജാത്തക്ഷണാദാഗതോ നൃപ ദുർദമോ നാമ മേധാവി തസ്യാശ്രമപദം മുനേ പുത്രോ വിക്രമശീലസ്യ ബലവാൻ വീര്യവത്തര കാളിന്ദീ ജഠരേ ജാത പ്രിയവ്രതകുലോദ്ഭവ മുനേരാശ്രമമാവിശ്യ തമദൃഷ്ട്വാ മഹാമുനിം ആമന്ത്ര്യതാം പ്രിയേ ചേതി രേവതീം പൃഷ്ടവാൻ നൃപ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യത്തിൽ സ്കന്ദപുരാണത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ഭാഷാഗാനമായി മലയാള തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. ആ ഭാഗം പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രേവതി നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്നുണ്ടായല്ലോ രൂപസൗന്ദര്യം നിറഞ്ഞ പെൺകുട്ടിയൊന്ന്. രാകാശശി പോലെ മിന്നി അനുപമയാകുമവൾ രമാദേവി തുല്യയായിരുന്നു അവളും. രേവതിയാം നക്ഷത്രത്തിൻ തേജസ്സിൽ നിന്നുണ്ടായതാം രത്നം പോലെ തിളങ്ങുന്ന പെൺകുട്ടിക്ക് രക്ഷകനായി മാറിയല്ലോ പ്രമുചനാം മാമുനിയും രേവതിയെന്നു വിളിച്ചു സന്തോഷത്തോടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അത്യധിക സ്നേഹത്തോടെ പ്രമുചനാം മാമുനിയോ അവളെ തൻ പുത്രിയെന്നതുപോൽ കരുതി. അദ്രിയാകും കുമുദത്തിൽ ഉള്ളതാകും തൻ്റേതായ ആശ്രമത്തിൽ ധർമാനുസാരിയായി വളർത്തി. കാലമേറെ കഴിഞ്ഞപ്പോൾ രൂപസൗകുമാര്യമുള്ള കനകാംഗിയായി അവൾ വളർന്നു വന്നു. കണ്ണീനു കർപ്പൂരമായ ഇവൾക്കൊരു പുരുഷനെ കണ്ടെത്തേണം മാമുനിയും ചിന്തിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി,
അമ്മേ ശരണം. പലരോടും ചോദിച്ചിട്ടും പലവിധം ചിന്തിച്ചിട്ടും പറ്റിയ പുരുഷനെ കണ്ടെത്താനായില്ല. പതിയെ തൻ അഗ്നിശാല തന്നിലേറി മാമുനിയും പാവകനാം ഭഗവാനെ സ്തുതിച്ചു ഭക്ത്യാ. സന്തുഷ്ടനായ അഗ്നിദേവൻ അവൾക്കു യോജിച്ചതാകും സുന്ദരനാം വരനാരാണെന്നു പറഞ്ഞു. സത്യവാനും ധർമ്മിഷ്ഠനും ബലവാനും വീരനുമായി നാദാണികൾ പറയുന്നവനുമായിടും. സദ്വാണികൾ പറയുന്നവനുമായിടും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദുർദമനെന്ന രാജൻ ഇവളുടെ പതിയായിടും. ദുർഘടങ്ങളെല്ലാം തീരും ശാന്തിയുണ്ടാകും. ദേവനായ ജ്വലനന്റെ ഈ വിധമാം വാക്കു കേട്ടു ദ്വിജനായ മുനിയേറെ സന്തുഷ്ടനായി. അപരാജിതനായുള്ള ദുർദമനാമരചനോ അതിനിടെ നായാട്ടിനായെന്ന വ്യാജേന ആരണ്യകം തന്നിലെത്തി വൈകിടാതെ രാജൻ താനും ആശ്രമം തന്നിലുമെത്തി മഹാഭാഗ്യമായി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വിക്രമശീലന്റെ പുത്രൻ വീര്യവാനും അതുപോലെ വിശ്വം കീഴടക്കുവാനായി ബലമുള്ളോനും പരാക്രമശീലനും ആ കാളിന്തിയിൽ പിറന്നോനും പ്രിയവ്രത കുലോദ്ഭവനുമ അദ്ദേഹം. മുനിയുടെ ആശ്രമത്തിലെത്തിച്ചേർന്നുവെന്നാകിലും മുനിയെ അവിടെയൊന്നും കണ്ടതുമില്ല. മുഗ്ധോപാംഗസുന്ദരിയാം ദേവതിയെ കണ്ട നേരം മുഖപത്മം വികസിച്ചു വിളിച്ചു പ്രിയേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം പാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം
പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യത്തെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ മാഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചതും. അതിനെ ഒന്നുകൂടി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുക, അതാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. പ്രഭാഷണ രൂപത്തിൽ സ്കന്ദാഗസ്ത്യ സംവാദ രൂപത്തിൽ ആണ് നമ്മൾ ഈ ഭാഗം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ രേവതി എന്ന നക്ഷത്രത്തെ ശപിച്ച ഋതവാക്ക് എന്ന മുനി ആ രേവതി കുമുദപർവ്വതത്തിന് മുകളിൽ വീണുവെന്നും കുമുദപർവ്വതം പിന്നീട് അതുകൊണ്ട് രൈവതകം എന്ന് അറിയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഏതായാലും രേവതിക്ക് ശാപം കൊടുത്ത ഋതവാക്ക് മഹർഷി ഗർഗാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഭഗവതിയെ ഭജിച്ച് സുഖസൗഭാഗ്യഭാഗഭൂത്, ആ സുഖസൗഭാഗ്യങ്ങൾ അനുഭവിച്ചു എന്നും പറഞ്ഞു. പിന്നീട് സുബ്രഹ്മണ്യൻ സ്കന്ദൻ പറയുകയാണ്, രേവതൃക്ഷസ്യ യത്തേജസ് തസ്മാജ്ജാതാതു കന്യക. ആ രേവതി നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് ഒരു കന്യക ഉണ്ടായി എന്ന് പറയുന്നു. ആ കന്യക അനോപമം എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ ലക്ഷ്മി ഭഗവതിയെപ്പോലെ ഇരുന്നു എന്നാ പറയണത്. സൗന്ദര്യത്തിൽ അവളെപ്പോലെ രൂപേണ അപ്രതിമാലോകേ ദ്വിതീയ ശ്രീരിവാഭവൽ. അനോപമം, അനുപമം എന്ന് പറയാവുന്ന തരത്തിൽ മറ്റൊരാളില്ല, എങ്കിലും ആ ലക്ഷ്മി ഭഗവതിക്ക് തുല്യയായിരുന്നു എന്നും പറയുന്നു. അഥതാം പ്രമുചകന്യാം രേവതീകാന്തി സംഭവാം ദൃഷ്ടുവാ നാമചകാരാസ്യ രേവതീതി മുദാമുനി. ഈ രേവതിയുടെ അതിശ്രേഷ്ഠമായ തേജസ്, അതിൽ നിന്ന് ജനിച്ച ആ പെൺകുട്ടിയെ രേവതീകാന്തി സംഭവാം കണ്ട ദൃഷ്ടുവാ പ്രമുചഹ മുനി, കണ്ട പ്രമുചൻ എന്ന മുനി സന്തോഷത്തോടുകൂടി ആ പെൺകുട്ടിയെ രേവതി എന്ന് തന്നെ പേരിട്ട് വിളിച്ചു. അങ്ങനെ ബ്രഹ്മർഷിയായ പ്രമുചൻ നിന്നേധ സ്വാശ്രമേ ചൈനാം പോഷയാമാസ ധർമ്മത, ധർമാനുസാരിയായി ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ സ്വന്തം മകളെപ്പോലെ കുമുദാദ്രൗ സുതാമിവ, തൻ്റെ വളരെ ആ സ്നേഹത്തോടും വാത്സല്യത്തോടും ആ കുട്ടിയെ ആശ്രമത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. കാലം പിന്നെയും മുന്നോട്ട് പോണു. അഥ കാലേന ച പ്രൗഢാം ദൃഷ്ട്വാതാം രൂപശാലിനിം സ മുനിശ്ചിന്തയാമാസ കോസ്യ യോഗ്യോ വരോ ഭവേൽ. അപ്പോൾ കാലം കുറേ കഴിഞ്ഞു, അവളുടെ ആ സൗന്ദര്യം തികഞ്ഞു, അവൾ അതിസുന്ദരിയായിട്ടുള്ളൊരു യുവതിയായി മാറി. ഇത് കണ്ടപ്പോൾ ദൃഷ്ടുവ, അത് കണ്ട് മുനി ആലോചിച്ചു. മുനിശ്ചിന്തയാമാസ കോസ്യ യോഗ്യോ വരോ ഭവേൽ, ആരായിരിക്കും ഇവൾക്ക് യോഗ്യനായിരിക്കുന്ന ഒരു വരൻ? ആർക്കാണ് ഇവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? ആരാണ് ഇവളുടെ ഭർത്താവായിട്ട് തീരുക? ബഹുധാന്വേഷയം തസ്യ നാസസാദോചിതം പതിം തതോഗ്നിശാലാം സംവിശ്യ മുനിസ്തുഷ്ടാവപാവകം. പല രൂപത്തിൽ അന്വേഷിച്ചു, പക്ഷേ യോജിച്ച തരത്തിലുള്ള ഒരാളെ ഭർത്താവായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തതോ അഗ്നിശാലാം സംവിശ്യ, അഗ്നിശാലയിലേക്ക് കടന്നിട്ട് മുനിസ്തുഷ്ടാവ പാവകം, ആ പാവകനെ, ആ ജ്വലനനെ, ആ അഗ്നിയെ അവിടെ വേണ്ട പോലെ സ്തുതിച്ചു. ഈ സന്ദർഭത്തിലോ
കന്യാവരം തദാശംസൽ പ്രീതസ്തമപി ഹവ്യവാഡ് ധർമ്മിഷ്ഠോ ബലവാൻ വീര പ്രിയവാഗപരാജിത. സന്തുഷ്ടനായ അഗ്നിദേവൻ ഏറ്റവും യോജിച്ച ഭർത്താവ് ആരാണ് എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. ധർമ്മിഷ്ഠനായി വളരെ ശക്തിയുള്ള വീരനായ നല്ല വാക്ക് സദ്വാക്കുകളെ പറയാൻ കഴിയുന്ന അപരാജിതനായ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത ദുർദമോ ഭവിത ഭർത്ത, ദുർദമൻ എന്ന പേരുള്ള രാജാവ് പൃഥിവീപതി ഭർത്ത ഭവിത, ഈ പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് തീരും. ഇത് കേട്ടപ്പോഴോ ഇത് ശ്രുത്വ മുനേ അസ്യ ഭവിത ഭർത്ത, ഇവളുടെ ഭർത്താവായിട്ട് തീരും. ആരാ? ദുർദമൻ. ആ ദുർദമന്റെ കേമത്തങ്ങളൊക്കെയാണ് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനെ അഗ്നിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മഹർഷിക്ക് വലിയ സന്തോഷമായി തീർന്നു എന്നും പറഞ്ഞു. ദൈവാദാഘേടകവ്യാജാത്തക്ഷണാദാഗതോ നൃപ ദുർദമോ നാമ മേധാവി തസ്യാശ്രമപദം മുനേ. ഭാഗ്യം കൊണ്ട്, ദൈവാധീനം കൊണ്ട് ആ സമയത്ത് നായാട്ടിന് പോയി വരുന്നു എന്ന വ്യാജേന, അവിടെയും ഭഗവാന്റെ സങ്കല്പം നടപ്പായി എന്നാണ്. അതുകൊണ്ട് നായാട്ടിന് പോയി വരുന്നത് പോലെ ആ രാജാവ്, ബുദ്ധിമാനായ ദുർദമ രാജാവ്, അദ്ദേഹം തസ്യ ആശ്രമപദം മുനേ, മുനിയുടെ ആശ്രമപദത്തിലേക്ക് എത്തിച്ചേർന്നു. ആഗതഃ, ഇവിടേക്ക് എത്തിച്ചേർന്നു. പുത്രോ വിക്രമശീലസ്യ ബലവാൻ വീര്യവത്തര കാളിന്ദി ജഠരേ ജാത പ്രിയവ്രത കുലോദ്ഭവ. ഈ ദുർദമന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആദ്യം ആ ധർമ്മിഷ്ഠനാവും ബലവാനാവും വീരനും നല്ല വാക്ക് പറയുന്നവനും അപരാജിതനാവും എന്നൊക്കെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ കുലത്തെക്കുറിച്ച് പറയുകയാണ്. വിക്രമശീലൻ്റെ പുത്രനാണ്, വീരനാണ്, ബലവാനാണ്. വീണ്ടും പറഞ്ഞു അതിപരാക്രമശീലനാണ്. കാളിന്തി ജഠരേ ജാത, കാളിന്തിയുടെ ജഠരത്തിൽ, കാളിന്തിയുടെ ഉദരത്തിൽ ഉണ്ടായവനാണ്. പ്രിയവ്രത കുലോദ്ഭവ, പ്രിയവ്രതൻ്റെ കുലത്തിൽ പിറന്നവനുമാണ് ഈ ദുർദമൻ എന്നുള്ള രാജാവ്. അങ്ങനെയുള്ള ആ രാജാവ് മുനേരാശ്രമമാവിശ്യ, മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തി. തം അദൃഷ്ട്വാ മഹാമുനിം, തം അദൃഷ്ട്വാ മഹാമുനിം, തം മഹാമുനിം അദൃഷ്ട്വാ, ആ മഹാമുനിയെ കാണാതെ ആമന്ത്ര്യ താം പ്രിയേ ചേതി രേവതിം പൃഷ്ടവാൻ നൃപ. അവിടെയുള്ള ആ സുന്ദരിയായ രേവതിയെ കണ്ടിട്ട് ഹേ പ്രിയേ എന്ന് വിളിച്ചിട്ട് അവളോട് ചോദിച്ചു എന്ന് പറയുന്നു. ആ ചോദ്യവും അവൾ നൽകുന്ന മറുപടിയും പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇനി അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.